മനുഷ്യരെ തിന്നുന്ന മനുഷ്യരെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആദിവാസി സമൂഹത്തെ രക്ഷപ്പെടുത്താനായിട്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ ഫ്ലൈറ്റിൽ ആമസോൺ കാടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഫ്ലൈറ്റ് തകർന്നു ആമസോൺ കാടുകളിലേക്ക് തകർന്നു വീണു. ചെന്ന് വീണതോ നരഭോജികളായിട്ടുള്ള കാട്ടിൽ വസിക്കുന്ന ആ മനുഷ്യരുടെ അടുത്തേക്കും. പിന്നെ എന്ത് നടന്നു എന്ന് കഥയിലേക്ക് പോയി തന്നെ കേട്ട് മനസ്സിലാക്കാം. സോ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ കാണിക്കുന്നത് ആമസോൺ കാടാണ്. ആ കാട്ടിൽ നിന്നും പഴങ്ങൾ പറിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ഗോത്രവർഗത്തിൽപ്പെട്ട രണ്ടാൾക്കാർ കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് അവർ ഭയന്നു പോവാണ്. തൊട്ടപ്പുറത്തായിട്ട് ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിയുടെ ആളുകൾ വന്ന് ആ കാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ശബ്ദം കേട്ടാണ് ഇവർ ഭയന്നിരിക്കുന്നത്. ഇവിടെ സീൻ കട്ട അടുത്ത സീനിൽ സിറ്റിയിലാണ് കാണിക്കുന്നത്. രാവിലെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ജസ്റ്റിൻ പുറത്തു നിന്നും എന്തോ ഒരു ശബ്ദം കേട്ട് ജനാല തുറന്നു നോക്കുമ്പോൾ കുറച്ച് പിള്ളേര് കൂടിയിട്ട് കാടിനെ നശിപ്പിക്കരുത്, അവിടുത്തെ മനുഷ്യരെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ജനൽ തുറന്ന് അതിന്റെ വെളിച്ചം ഉള്ളിലേക്ക് വന്നപ്പോൾ ജസ്റ്റിന്റെ കൂട്ടുകാരിയായിട്ടുള്ള കേസി അവിടെ ഉണ്ടായിരുന്നു. അവൾ അപ്പൊ തന്നെ പറയുന്നുണ്ട്, എന്റെ പൊന്നു പെണ്ണെ അതൊന്ന് അടച്ചു വന്ന് കിടന്നുറങ്ങ്. എന്തായാലും വെയിൽ ആസനത്തിൽ അടിച്ചിട്ട് അവൾക്ക് എഴുന്നേക്കാനായിട്ടില്ല കേട്ടോ. പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ പർച്ചേസിന് പോവാണ്. എന്നാൽ ആ സമയത്തൊക്കെ ഒരുമാതിരി ഒരു വഴക്കാളി പെണ്ണാണ് ഈ കേസി. ബള 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 ബളാന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ജസ്റ്റിൻ ചോദിക്കുകയാണ്, എടി പെണ്ണെ എന്താ നിന്റെ പ്രശ്നം, ഒന്ന് വായി അടക്കാൻ പറ്റുമോ? ഇതേ നേരം അവിടെ പ്രകൃതിയെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് കുറെ പേര് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അത് കണ്ട സമയത്ത് കേസി പറയണേ, ഇവന്മാർക്കൊന്നും വേറെ പണിയില്ലേ, എഴുന്നേറ്റ് പോയിക്കൂടെ എന്ന് കേസിനോട് ജസ്റ്റിൻ പറയണേ. നീ ഒന്ന് മിണ്ടാതിരിക്കുക. ആ ചെറുക്കനെ കണ്ടോ, അലക്സാൻഡ്രോ, അടിപൊളിയാലേ കാണാൻ. അതായത് അവനോട് എന്തോ ഒരു ക്രഷ് ഉണ്ട് ഈ ജസ്റ്റിന്. അതായത് ആ കൂട്ടത്തിന്റെ ലീഡറാണ് അലക്സാൻഡ്രോ. എന്നാൽ അതേ സമയത്ത് അങ്ങോട്ടേക്ക് വന്ന ഒരു പെണ്ണ് അലക്സാൻഡ്രോയെ കിസ് അടിക്കുകയാണ്. മറ്റാരുമല്ല, അവന്റെ ഗേൾ ഫ്രണ്ട് തന്നെ. എന്നിട്ട് നമ്മുടെ ജസ്റ്റിനെ ഒരു നോട്ടാണ്, എന്റെ ചെറുക്കനെ നോക്കാൻ നീ ആരടി എന്ന ഭാവത്തിൽ. ഇതിനുശേഷം ജസ്റ്റിൻ കോളേജിൽ പോവാണ്. അവിടെ ഇപ്പോൾ ഒരു പ്രസന്റേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ടീച്ചർ അവരോട് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ആമസോണിലെ ട്രൈബ്സും അവരുടെ ആ ഒരു കൾച്ചറിനെ കുറിച്ചൊക്കെ. അവരുടെ ഇടയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള അനാവശ്യമായ ഒരു ദുരാചാരമുണ്ട്. അതായത് പ്രായമാകാനായ പെൺകുട്ടികളുടെ പ്രൈവറ്റ് പാർട്ടിലേക്ക് എന്തോ ഒരു ആയുധം കയറ്റി അവരെ മെച്ചോർഡാക്കാനുള്ള ഒരു തരം ഒരു കർമ്മമാണ്. പക്ഷേ അത് കാരണം ഒരുപാട് കുട്ടികൾ മരണപ്പെട്ടു പോകുന്നുണ്ട്. ഗവൺമെന്റിനൊന്നും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ ജസ്റ്റിൻ പറയുന്നുണ്ട്, എന്റെ അച്ഛൻ വലിയൊരു ലോയറാണ്, അദ്ദേഹം വഴി എന്തെങ്കിലും മൂവ്മെന്റ് നമുക്ക് നടത്താൻ പറ്റി അവരെ ബോധവൽക്കരിക്കാൻ പറ്റിയാലോ. എന്നാൽ ഈ സമയത്ത് ടീച്ചർ പറയാണ്, ഒരു കാര്യമില്ല, ഇതൊക്കെ അവരുടെ ആചാരമാണ്, ആ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നാണ് പലരും പറയുന്നത്. എന്തായാലും ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് വന്ന ജസ്റ്റിന്റെ അടുത്തേക്കും കേസിയുടെ അടുത്തേക്കും ഒരു ചെറുക്കൻ ഓടി വരുന്നുണ്ട്. അവന്റെ പേര് ജോന എന്നാണ്. ഇപ്പൊ അവൻ പറയണ, ജസ്റ്റിനെ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, അവരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ നിനക്ക് താല്പര്യമുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ മീറ്റിംഗ് രാത്രി നടക്കുന്നുണ്ട്, ഈ ഹോട്ടലിൽ വെച്ചാണ്, നീ പറ്റുവാണെങ്കിൽ അങ്ങോട്ടേക്ക് വരണം എന്ന് പറയണം. അതുപോലെ തന്നെ നമുക്കൊരു ഡേറ്റിന് പോയാലോ എന്നുകൂടെ അവൻ ചോദിക്കുന്നുണ്ട്. അതായത് ജോനിക്ക് വൺ സൈഡ് ആയിട്ട് ജസ്റ്റിനോട് ചെറിയൊരു ഇഷ്ടമുണ്ട്. പിന്നീട് അന്ന് രാത്രി ജോന് പറഞ്ഞ ആ സ്ഥലത്തേക്ക് ജസ്റ്റിൻ പോവാണ്. അവിടെ ഇപ്പൊ അലക്സാണ്ടർ ഉണ്ട്, കൂട്ടത്തിൽ കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ അലക്സാണ്ടർ എല്ലാവരോടും ആമസോൺ കാട്ടിലെ ആ ട്രൈബ്സിനെ കുറിച്ച് പറയണം. അതായത് ഇപ്പൊ വലിയൊരു കോർപ്പറേറ്റ് കമ്പനി അങ്ങോട്ടേക്ക് പോയിട്ട് ആ ഏരിയ പൂർണ്ണമായിട്ടും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ ആ ഒരു ട്രൈബ്സിനെ തന്നെ അവരില്ലാതാക്കും. ഇതിനെതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് പറയണം. അപ്പൊ ഇത് കേട്ടപ്പോൾ ചിരിച്ചുകൊണ്ട് ജസ്റ്റിൻ പറയാണ്, നമുക്ക് കാട്ടിൽ പോയിട്ട് സമരം ചെയ്യാം. എന്നാൽ അത് കേട്ട അലക്സാണ്ടർ പറയാണ്, നിനക്കെന്താ ഇത് വലിയ തമാശയായിട്ട് തോന്നുന്നുണ്ടോ, നീ ഇവിടെ ഇറങ്ങി പൊയ്ക്കേന്ന് പറയാണ്. അപ്പൊ തന്നെ അവൾ സോറി പറഞ്ഞെങ്കിലും അലക്സാണ്ടർ അത് കേട്ടില്ല. അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. പിന്നീട് പുറത്തേക്ക് ഇറങ്ങിപ്പോയ ജസ്റ്റിന്റെ അടുത്തേക്ക് ജോൻ ഓടി വരുന്നുണ്ട്. ജസ്റ്റിനെ, നീ ഒന്ന് നിൽക്ക്, ഒന്നുകൂടെ ഞാൻ അവനോട് സംസാരിച്ച് നോക്കാന്ന് പറയാണ്. എന്നാൽ ജസ്റ്റിൻ പറഞ്ഞു, വേണ്ട വേണ്ട, ഞാൻ തന്നെ സംസാരിച്ചോളാന്ന് പറയണം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ നടക്കാനിറങ്ങിയ അലക്സാണ്ടറുടെ അടുത്തേക്ക് ജസ്റ്റിൻ വരുന്നുണ്ട്. എടാ സോറി, ക്ഷമിക്കണം, ഇന്നലെ എല്ലാവരും ഭയങ്കര സീരിയസ് ആയി ഇരുന്നതുകൊണ്ട് ഒന്ന് ഫണ്ണാക്കാം എന്ന് കരുതിയിട്ട് ചുമ്മാ ഞാൻ ഒരു തമാശ പറഞ്ഞതാ. എന്നാൽ ഈ സമയത്ത് അലക്സാണ്ടർ പറയാണ്, ഞാൻ ഇന്നലെ സംസാരിച്ചത് വെറും ഒരു തമാശയായിട്ടുള്ള കാര്യമല്ല, നമ്മളെപ്പോലെയുള്ള മനുഷ്യരാണ് ആ കാട്ടിലുള്ളത്, നമുക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യണ്ടേ. അതുപോലെ ഞങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പിൽ നിനക്ക് ജോയിൻ ചെയ്യണമെന്ന് പറയുന്നുണ്ടല്ലോ, എന്താണ് ശരിക്കും നിന്റെ ഉദ്ദേശം? ഈ സമയത്ത് ജസ്റ്റിൻ പറയാണ്, ആ ആളുകളുടെ ഇടയിൽ നടക്കുന്ന ദുരാചാരങ്ങൾ, അതിലൂടെ മരണപ്പെട്ടു പോകുന്ന കുട്ടികൾ, ഇതൊന്നും എനിക്ക് കേട്ടു നിൽക്കാനോ കണ്ടു നിൽക്കാനോ കഴിയുന്നില്ല, അതെങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. അവളുടെ ആ ഒരു ആഗ്രഹം അത് സിൻസിയർ ആണെന്ന് തോന്നിയ അലക്സാണ്ടർ പറയണം, ശരി, ഇന്ന് രാത്രി ഒരു മീറ്റിംഗ് കൂടെ നടക്കുന്നുണ്ട്, നീ നൈറ്റ് അങ്ങോട്ടേക്ക് വരണം എന്ന് പറയണം. ഇതിനുശേഷം ജസ്റ്റിനെ കാണാനായിട്ട് അവളുടെ അച്ഛൻ വരുന്നുണ്ട് കേട്ടോ. അവളുടെ അച്ഛൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലോയറാണ്, വക്കീല്. ഇപ്പൊ അവളുടെ അച്ഛൻ അവളുടെ സുഖവിവരങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. ഇതിനിടയിൽ അവളുടെ കഴുത്തിൽ കിടക്കുന്ന മാല എവിടെയെന്ന് ചോദിക്കാം. അപ്പൊ ജസ്റ്റിൻ പറയണം, അയ്യോ അച്ഛാ, അത് ഞാൻ മറന്നുപോയതാന്ന് പറയാണ്. അപ്പൊ അവളുടെ അച്ഛൻ പറഞ്ഞു, മോളെ, ഇത് തമാശക്കളിയല്ല, അത് വെറും ഒരു മാലയല്ല, അതിൽ നിന്റെ അമ്മയുടെ എമോഷൻ ഉണ്ട്, അവളുടെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ തന്നതാണ്. അപ്പോൾ തന്നെ അച്ഛനോട് അവൾ ക്ഷമ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല ഇവരെല്ലാവരും കൂടെ ആമസോണിലേക്ക് പോകുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ചും അച്ഛനോട് സൂചിപ്പിക്കുകയാണ്. അച്ഛൻ പറഞ്ഞു, പൊയ്ക്കോ, കുഴപ്പമൊന്നുമില്ല, പക്ഷേ നന്നായിട്ട് സൂക്ഷിക്കണം എന്ന് പറയാം. അങ്ങനെ അന്ന് രാത്രി അലക്സാൻഡ്രോ പറഞ്ഞ ആ സ്ഥലത്തേക്ക് ജസ്റ്റിൻ പോകുന്നുണ്ട്. ഇപ്പൊ അലക്സാൻഡ്രോ അവരുടെ ആ ഒരു പ്ലാനിനെ കുറിച്ച് സംസാരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന ലാർസ് എന്ന് പേരുള്ള ഒരുത്തൻ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. എടോ, നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട് അവരെ എതിർക്കാൻ നിന്ന് കഴിഞ്ഞാലേ അവരുടെ കയ്യിൽ വെപ്പൺസ് ഒക്കെ ഉണ്ടാവില്ലേ, നമ്മൾ എങ്ങനെ അവരെ എതിർക്കും? ഈ സമയത്ത് അലക്സാണ്ടർ പറയാണ്, നമ്മുടെ കയ്യിൽ വെപ്പൺസ് ഇല്ലെങ്കിലും അതിനേക്കാൾ നല്ലൊരു ആയുധം നമ്മുടെ കയ്യിലുണ്ട്, ഇന്റർനെറ്റ്, മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ. അവരെങ്ങാനും നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ വന്നാൽ ഇതെല്ലാം ലൈവായിട്ട് നമ്മൾ ടെലികാസ്റ്റ് ചെയ്യും. എന്തായാലും എല്ലാവരും റെഡി ആയിക്കോ, നാളെ തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ പോവാണ്. അതായത് ആമസോൺ കാടുകളിലെ
ഒരു പ്രത്യേക ഭാഗത്തേക്ക്. അങ്ങനെ ആ മീറ്റിംഗ് എല്ലാം പോകുന്ന വഴിക്ക് ജസ്റ്റിന്റെ അടുത്തേക്ക് അലക്സാണ്ടറോയുടെ ഗേൾഫ്രണ്ട് വന്നിട്ട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. എന്താടി നിനക്ക് എന്റെ ചെക്കനോട് ഒരു ക്രഷ് ഉണ്ട് എന്ന് പറയുന്നത് കേട്ടു. അപ്പൊ ജസ്റ്റിൻ പറയുന്നത് ഏയ് അങ്ങനെയൊന്നുമില്ല, ഈ ഒരു ഗ്രൂപ്പും അതിന്റെ ആ ഒരു എയിമും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് മാത്രമേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതും അവനുമായിട്ടൊരു ചങ്ങാത്തം കൂടിയതും, അല്ലാതെ വേറൊന്നുമില്ല എന്ന് പറയണം. ഈ സമയത്ത് അവന്റെ ഗേൾഫ്രണ്ട് പറയണം അതിനപ്പുറം ഒന്നും ഉണ്ടാകാൻ പാടില്ല. പിന്നെ വേറൊരു കാര്യം, നിന്നെ പോലെ ഒരു പെണ്ണിനൊന്നും ആ കാട്ടിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല, നോക്കിയും കണ്ടൊക്കെ നടന്നോന്ന് പറയാം. ഒന്ന് പേടിപ്പിച്ച് നോക്കിയതാ. പക്ഷെ ജസ്റ്റിൻ പേടിച്ചൊന്നുമില്ല കേട്ടോ. അവള് പിറ്റേ ദിവസം രാവിലെ തന്നെ അവളുടെ എല്ലാ ഡ്രസ്സും കാര്യങ്ങളും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വിളിക്കുന്നുണ്ട്. പോകുന്ന കാര്യത്തെക്കുറിച്ച് ചോദിക്കാനാണ് വിളിച്ചത്. അതായത് അവൾ പോകുന്നത് വെറൊരു ടൂർ മാത്രമല്ലേ എന്നാണ് അച്ഛൻ ചോദിക്കുന്നത്. അപ്പൊ ജസ്റ്റിൻ പറഞ്ഞു അതെ ഇത് വെറൊരു ടൂറാണ്. ശരിക്കും എന്താണ് അവളും അവളുടെ കൂട്ടുകാരും ചെയ്യാൻ പോകുന്നതെന്ന് അവൾ ഇപ്പൊ അച്ഛനോട് പറഞ്ഞില്ല കേട്ടോ. അതുപോലെ തന്നെ ഏതെങ്കിലും 2 കൂട്ടുകാരുടെ നമ്പറും അവളുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഇനി എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ വിളിക്കാനായിട്ട്. എന്നാൽ ജസ്റ്റിൻ പറയണം അതിന്റെ ഒന്നും ആവശ്യമില്ല അച്ഛാ, ഞാൻ തന്നെ മാനേജ് ചെയ്തോളാം, സേഫ് ആയിട്ട് പോയി വരാന്ന് പറയണം. അങ്ങനെ ഫോൺ കട്ട് ചെയ്തു. അവളുടെ ആ ഒരു ബാഗെല്ലാം പാക്ക് ചെയ്ത് പോകാൻ നിൽക്കുന്ന സമയത്ത് കേസി വന്നിട്ട് ജസ്റ്റിനോട് ഒരു കാര്യം അവസാനമായിട്ട് പറയാണ്, എടി ഇതിന് പോണോ, എന്തോ ഒരു വലിയൊരു ആപത്ത് വരാനിരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു, ഞാൻ എപ്പോഴും ബളബളാന്ന് സംസാരിക്കെങ്കിലും ഇത് നീ അങ്ങനെ കാണരുത് എന്ന് പറയണം. അപ്പൊ ജസ്റ്റിൻ പറയണം എനിക്കൊന്നും സംഭവിക്കില്ല, കാരണം ഞാൻ പോകുന്നത് ഒരു നല്ല കാര്യം ചെയ്യാനല്ലേ. അപ്പോഴേക്കും അവൾ ബുക്ക് ചെയ്ത ആ ഒരു കാറ് വന്നു, അതിൽ കയറിയിട്ട് പോവാണ്. അങ്ങനെ ഇവരുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇവർ നേരെ പോകുന്നത് ഒരു പ്രൈവറ്റ് ഫ്ലൈറ്റിന്റെ അടുത്തേക്കാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഓണർ കാർലോസ് എന്ന പേരുള്ള ഒരാളാണ്, അലക്സാണ്ടറിന്റെ കൂട്ടുകാരനാണ് അവൻ. അപ്പൊ ഈ കാർലോസ് ആണ് ഇവരെല്ലാവരും ഇവിടെ നിന്നും ആമസോണിന്റെ അടുത്തുള്ള ഒരു വില്ലേജിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. അങ്ങനെ ഓരോരുത്തരും വന്ന സമയത്ത് ഈ കാർലോസിനെ പരിചയപ്പെടുന്നുണ്ട്. മാത്രമല്ല ജസ്റ്റിനെ കണ്ട സമയത്ത് അവളൊന്ന് ഹഗ് ചെയ്യാണ് കേട്ടോ. ഒന്ന് പരിചയപ്പെടുന്നു എന്ന രീതിയിൽ ചെയ്താണ്. പക്ഷെ അവൾക്കത് വളരെയധികം അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ആവുകയാണ്. പിന്നീട് എല്ലാവരും ഫ്ലൈറ്റിലേക്ക് കയറി എല്ലാവർക്കും ഇപ്പൊ കാർലോസിനെ ഈ അലക്സാണ്ടർ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം ഫ്ലൈറ്റിന്റെ ഉള്ളിൽ കാണിക്കുകയാണ്. അതിനുള്ളിൽ എമി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഛർദ്ദിക്കാതിരിക്കാനായിട്ടുള്ള ഒരു ടാബ്ലറ്റ് കഴിക്കാൻ നിൽക്കുകയാണ്. അപ്പൊ അതിനുള്ള വെള്ളം കൊടുക്കുന്നത് സമാന്ത എന്ന് പേരുള്ള വേറൊരു പെൺകുട്ടിയാണ്. ഈ രണ്ടുപേരും തമ്മിൽ റിലേഷനിലാണ് കേട്ടോ, ലെസ്ബിയൻസ് ആണ്. അതുപോലെ ഇതിനിടയിൽ നമ്മുടെ ജസ്റ്റിനോട് ജോന സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പറഞ്ഞല്ലോ ജോനിക്ക് അവളോട് ചെറിയൊരു ഇഷ്ടമുണ്ടെന്ന്. എന്നാൽ ജസ്റ്റിൻ വല്ലാണ്ട് മൈൻഡ് ആക്കുന്നില്ല. ആ നേരം ജോനെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ലാർസ് കളിയാക്കാണ്, എടാ നിന്നെ പോലെ തടിച്ച ഒരാൾക്കൊന്നും അവള് സെറ്റ് ആവില്ല എന്ന് പറഞ്ഞിട്ട്. ഈ സമയത്ത് ജസ്റ്റിൻ ആണെങ്കിൽ തൊട്ടടുത്തുണ്ടായിരുന്ന ഡാനിയൽ എന്ന് പറഞ്ഞ ഒരാളോട് ഇവൻ എങ്ങനെ ഇത്രയും വലിയ കാശുകാരനായത്, അതായത് കാർലോസിനെ കുറിച്ച് ഈ ചോദിക്കുന്നത്. ആളെ കണ്ടാൽ വലിയ പ്രായമൊന്നുമില്ല, ചെറുപ്പക്കാരനാണ്, പക്ഷെ സ്വന്തമായിട്ടൊരു പ്രൈവറ്റ് ജെറ്റ് വരെ ഉണ്ട്. ഈ സമയത്താണ് ഡാനിയൽ ഒരു കാര്യം പറയുന്നത്, ഈ കാർലോസ് ആളത്ര സിമ്പിളൊന്നും അല്ല, അവന്റെ ഫാമിലിക്ക് ഡ്രഗ് ഡീലിംഗ് ആണ്, അതുപോലെ തന്നെ അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ഫാമിലിയാണ് അവന്റേത്. എന്തായാലും പിന്നീട് ആ ഒരു പ്രൈവറ്റ് ഫ്ലൈറ്റിൽ ഇവരെല്ലാവരും കൂടെ ആമസോണിന് അടുത്തുള്ള ആ വില്ലേജിലേക്ക് പോവാണ്. അവിടെ എത്തിയതിനു ശേഷം പോകാനായിട്ട് വലിയ വാഹനങ്ങളൊന്നുമില്ല, സാധാരണ പഴയ രീതിയിലുള്ള കുറേയധികം ഓട്ടോറിക്ഷകളുണ്ട്. അപ്പൊ ഇനി നമ്മൾ ഇതിലാണ് പോകുന്നതെന്ന് കാർലോസ് പറയുന്നുണ്ട്. രണ്ടുപേര് വെച്ച് ഓരോ ഓട്ടോറിക്ഷയിൽ കയറുകയാണ്. നമ്മുടെ ജോനിയും ജസ്റ്റിനും ഒന്നിൽ കയറുന്നുണ്ട്, അതുപോലെ തന്നെ സമാന്തിയും ഏമിയും മറ്റൊന്നിൽ കയറുന്നുണ്ട്, അതുപോലെ ലാറും ഡാനിയലും മറ്റൊരു ഓട്ടോറിക്ഷയിൽ കയറുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ലാർസ് കാർലോസിനോട് ചോദിക്കുന്നത്, എടാ സാധനം കിട്ടുമെന്ന്. അപ്പൊ തന്നെ കാര്യം മനസ്സിലായ കാർലോസ് പറയണ സാധനമൊക്കെ കിട്ടും, നല്ല വീര്യം കൂടിയതുണ്ട്, നീ പേടിക്കേണ്ട, ഞാൻ ഒപ്പിച്ചു തരാന്ന് പറയണം. അങ്ങനെ ഇവർ അവിടുന്ന് കുറച്ച് ദൂരം ട്രാവൽ ചെയ്തിട്ട് പോവുകയാണ്. ബുക്ക് ചെയ്ത ഹോട്ടലിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ അവരെല്ലാവരും അവിടെ ഇറങ്ങുന്നുണ്ട്. ഇതേ സമയം അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ വളരെ രൂക്ഷമായിട്ട് തന്നെ ജസ്റ്റിനെ നോക്കുകയാണ്. ചെറിയൊരു പേടി തോന്നിയത് കൊണ്ട് തന്നെ അവൾ വേഗം ഹോട്ടലിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് അവരോട് അലക്സാണ്ടർ ഇവരുടെ പദ്ധതിയെക്കുറിച്ച് പറയണം. അതായത് ഇവരുടെ ടീമിലെ ആൾക്കാർ നേരത്തെ തന്നെ കാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കോർപ്പറേറ്റ് ടീം ഉണ്ടല്ലോ, അവരുടെ ഒരു ക്യാമ്പ് ഉണ്ട് അവിടെ, അതിന്റെ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ബോംബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കാട്ടിലേക്ക് പോയപാട് തന്നെ സമയമാകുമ്പോൾ ആ ഒരു ബോംബ് പൊട്ടും. അതേ നിമിഷം തന്നെ നമ്മളൊരു പ്രത്യേക തരത്തിൽ വസ്ത്രം ഇട്ടുകൊണ്ട് അവിടുത്തെ മരങ്ങളിൽ നമ്മളുടെ ദേഹം ചങ്ങല വെച്ച് കെട്ടണം. അതിനുശേഷം നമ്മുടെ ഫോൺ വെച്ച് ലൈവായിട്ട് ഈ കാര്യങ്ങളൊക്കെ ടെലികാസ്റ്റ് ചെയ്യണം. ലോകം മുഴുവൻ ഈ കാര്യം കാണും. എന്നാൽ ഇത് കേട്ടപ്പോൾ ലാർസ് ചോദിക്കുന്നുണ്ട്, എടാ അവരുടെ കയ്യിൽ ഗണ്ണുണ്ടാവില്ലേ, നമുക്ക് എന്തെങ്കിലും പറ്റിയാലോ? അലക്സാണ്ടർ മറ്റൊരു കാര്യം ഇപ്പൊ പറയാണ്, അതായത് ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്, പക്ഷെ ആരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല, താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി എന്ന് പറയാം. എന്തായാലും ഇവിടം വരെ വന്നില്ലേ, എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യാന്ന് സമ്മതിക്കുകയാണ്. ഇതിനുശേഷം അലക്സാണ്ടറിന്റെ ഗേൾഫ്രണ്ട് ഓരോരുത്തർക്കും ഇടാനുള്ള വസ്ത്രങ്ങൾ കൊണ്ടേ കൊടുക്കുന്നുണ്ട്. അതായത് ഒരു യൂണിഫോം പോലെ എല്ലാവർക്കും ഒരേ വസ്ത്രങ്ങൾ വേണേ. ആ കൂട്ടത്തിൽ കാർലോസ് നമ്മുടെ ലാർസിന് മറ്റേ സാധനം ഉണ്ടല്ലോ, ഡ്രഗ്സ്, അതും കൊടുക്കുന്നുണ്ട്. കിട്ടിയ സമയത്ത് അവന് ഭയങ്കരമായിട്ട് സന്തോഷമാവാണ്. അങ്ങനെ എല്ലാത്തരം പ്രിപ്പറേഷനു ശേഷം ഇവർ നേരെ ഒരു പുഴയുടെ അടുത്തേക്കാണ് പോകുന്നത്. അതായത് ഇനി പോകുന്നത് ഒരു പഴയ ബോട്ടിലാണ്. അങ്ങനെ ഇവരെല്ലാവരും ആ ഒരു ബോട്ടിൽ കയറി പോകുന്ന സമയത്ത് ജസ്റ്റിൻ അവളുടെ ഫോണിൽ റേഞ്ച് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. എന്നാൽ ഒരു തരി പോലും റേഞ്ച് ഇല്ല. ആ സമയത്ത് അവൾ ചോദിക്കുകയാണ്, ഈ റേഞ്ച് ഒന്നും ഇല്ലാതെ നമ്മൾ എങ്ങനെയാണ് കാട്ടിൽ പോയിട്ട് ലൈവ് ടെലികാസ്റ്റ് ചെയ്യുക? അതിനുള്ള വഴി നമ്മുടെ ഡാനിയലിന്റെ കയ്യിലുണ്ട് കേട്ടോ. കാടിനുള്ളിൽ ഓൾറെഡി ഒരു ടവർ ഉണ്ട്. മാത്രമല്ല ഇവരുടെ കയ്യിൽ ഈ സാറ്റലൈറ്റ് വഴി വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു സാറ്റലൈറ്റ് ഫോണും ഉണ്ട്. സോ ഇതാണ് ഇവർ കാട്ടിൽ പോയിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. കാര്യങ്ങൾ മനസ്സിലായ ജസ്റ്റിൻ ഇപ്പൊ അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പതിയെ ബോട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്.
ഈ സമയത്താണ് നമ്മുടെ ലാർസ് കാർലോസിനോട് എടാ എനിക്കൊന്ന് ഷൂ പോകണം, ഒന്ന് ബോട്ട് സൈഡാക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. അങ്ങനെ അതിന്റെ ആ ഒരു ഡ്രൈവറോട് കാർലോസ് ബോട്ടിൽ നിന്ന് കരയോട് അടുപ്പിക്കാൻ പറയാണ്. പിന്നീട് കാട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന ലാർസിന്റെ കയ്യിൽ അവന് വലിയൊരു കത്തി കൊടുക്കുകയാണ്. എടാ ഈ കത്തി എന്തിനാ, ഞാൻ മുള്ളാനാ പോകുന്നത്, അല്ലാതെ ആരെയും കൊല്ലാനൊന്നുമല്ല. ഇപ്പൊ കാർലോസ് പറയാണ് എടാ ആ കാട്ടിൽ വിഷപ്പാമ്പുകളും വിഷച്ചിലന്തികളൊക്കെ ഉണ്ട്, എങ്ങാനും ഏതെങ്കിലും ഒന്ന് അറ്റാക്ക് ചെയ്യാൻ വന്നാൽ അതിനെ കൊല്ലാനാണ് ഈ കത്തി. എന്നാൽ ആ കത്തി മേടിക്കാൻ പേടിയായ അവനത് മേടിച്ചില്ല. എന്നാൽ പെട്ടെന്ന് ജസ്റ്റിൻ ആ കത്തി മേടിച്ച് അവൾക്ക് ഒന്ന് പോകണമായിരുന്നു, അവൾ വേഗം പോവാണ്. ഇപ്പൊ കാർലോസ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഗൺ എടുത്ത് ലാർസിന് കൊടുക്കുകയാണ്. ഇതെങ്കിലും കയ്യിൽ വെച്ചോന്ന് പറഞ്ഞിട്ട് അവനെ കാട്ടിലേക്ക് വിടുകയാണ്. അവനിപ്പോ നേരെ പോകുന്നത് നമ്മുടെ ജസ്റ്റിൻ നേരത്തെ പോയി ഇരുന്ന ആ സ്ഥലത്തേക്കാണ്. ജസ്റ്റിൻ അപ്പൊ തന്നെ നല്ല പുളിച്ച് തെറി വിളിക്കുന്നുണ്ട്, നിനക്കെന്താ ബോധമില്ലേ, ഞാൻ ഇരിക്കുന്നോട് തന്നെ വന്നിരിക്കുന്നു, അപ്പുറത്തെങ്ങാനും പോടാന്ന് പറയാണ്. ഇവനാണെങ്കിൽ ആള് ഭയങ്കര പേടിത്തൊണ്ടനാണ്, അതുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നത്. എന്തായാലും ജസ്റ്റിൻ അവളുടെ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ നേരെ ബോട്ടിലേക്ക് വരികയാണ്. ഇപ്പൊ ആ ഒരു കാട്ടിൽ ഒറ്റയ്ക്കാണ് ലാർസ് ഉള്ളത്. എന്തായാലും കാര്യം സാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല ആശ്വാസമുണ്ട്. എന്നാൽ അവൻ അറിയാതെ മരത്തിലൂടെ ഒരു സാധനം പതിയെ പതിയെ അവന്റെ മർമ്മത്തിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്, ഒരു വലിയ കാട്ടുചിലന്തി. ഇതേ സമയം ബോട്ടിലുണ്ടായിരുന്ന എല്ലാവരും അവനെ കാത്തിരിക്കുമ്പോൾ പെട്ടെന്നൊരു വെടിശബ്ദം കേൾക്കുകയാണ്. മാത്രമല്ല കാട്ടിൽ നിന്നും കരഞ്ഞുകൊണ്ട് ഒരുത്തിന് ഓടി വരുന്നുണ്ട്. പേടിച്ചു പോയ എല്ലാവരും എന്താ പറ്റിയെന്ന് ലാർസിനോട് ചോദിച്ചപ്പോൾ അവൻ കാര്യങ്ങൾ വിശദമായിട്ട് പറയാണ്. ഞാൻ മൂത്രം ഒഴിക്കുന്ന സമയത്ത് എന്റെ അവിടെ കടിക്കാനായിട്ട് ചിലന്തി വന്നു, ഞാൻ അവനെ വെടിവെച്ച് പൊട്ടിച്ചു എന്ന് പറയാണ്. ഇത് കേട്ട എല്ലാവരും ചിരിക്കുകയാണ്. പിന്നീട് വീണ്ടും ഇവരുടെ ബോട്ട് മുന്നോട്ടേക്ക് പോവാണ്. അങ്ങനെ ഇവർക്ക് എത്തേണ്ട ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. കാട്ടിലുള്ള ആ ഒരു ക്യാമ്പ് ഇവർ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ അവിടെയുള്ള ആൾക്കാർ കാണാതെ തന്നെ അവിടെ ക്യാമ്പിലുള്ള ആൾക്കാർ ഇട്ടതുപോലെയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഒരു പ്രത്യേക മുഖംമൂടിയും ധരിച്ച് നേരെ ഒരു മരത്തിന്റെ അടുത്തേക്ക് ചെന്ന് അവരുടെ ദേഹത്ത് ചങ്ങല വെച്ച് ചുറ്റി അത് ലോക്ക് ചെയ്യാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചെറിയൊരു ബോംബ് പൊട്ടുകയാണ്. അത് അവർക്കുള്ള സിഗ്നൽ ആയിരുന്നു. ഇവരുടെ കൂട്ടത്തിൽ ആരോ ഒരാളാണ് അത് ചെയ്തത്. സിഗ്നൽ കിട്ടിയ പാട് തന്നെ എല്ലാവരും വേഗം ലൈവായിട്ട് കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ് കേട്ടോ. ഇവർ ഈ കാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, കാടിനെ നശിപ്പിക്കാൻ സമ്മതിക്കരുത്. അങ്ങനെ ഈ ഒച്ചപ്പാടും ബഹളം എല്ലാം കേട്ട് അങ്ങോട്ടേക്ക് ആ ക്യാമ്പിലുള്ള ആൾക്കാർ ഓടിക്കൂടുന്നുണ്ട്. അതായത് ശരിക്കും ഗുണ്ടകൾ തന്നെ. അവരുടെ കയ്യിലാണെങ്കിൽ ഫുള്ള് വെപ്പൺസ് ആണ്. വന്ന പാടിന് ആ ഒരു മരത്തിൽ നിന്നും ഇവർ വലിച്ചു മാറ്റാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. കാരണം ഇവരുടെ ശരീരം മരവുമായിട്ട് വെച്ച് കെട്ടിയിരിക്കുകയല്ലേ. ഇതെല്ലാം ലൈവായിട്ട് സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ ഫോൺ വേഗം തന്നെ താഴേക്ക് വെക്കാൻ പറയുന്നുണ്ട്. അപ്പൊ അലക്സാണ്ടർ പറയണം ഒരാൾ പോലും ഫോൺ താഴെ ഇടാൻ പാടില്ല. പെട്ടെന്ന് തന്നെ കൂട്ടത്തിലെ ലീഡർ ജസ്റ്റിന്റെ തലയിലേക്ക് ഗണ്ണ് വെച്ച് മര്യാദക്ക് ഫോൺ താഴെ വെക്കാൻ പറയണം, അല്ലെങ്കിൽ ഇവളെ കൊല്ലുന്നു പറയാണ്. ഈ സമയത്ത് അലക്സാണ്ടർ പറയണം അവളെ എങ്ങാനും കൊന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം തീർന്നു എന്ന് പറയാണ്. കാരണം അവളുടെ അച്ഛൻ ആരാണെന്നറിയോ, അമേരിക്കയിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലോയറാണ്. അയാളുടെ മകളെ കൊന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് തോന്നുന്നുണ്ടോ? എന്തായാലും ആ ഭീഷണിയിൽ ഈ ഗ്രൂപ്പിന്റെ ലീഡർ ഒന്ന് പേടിച്ചു പോകണം. അതുപോലെ തന്നെ അയാൾക്ക് ഒരു കോള് വരുന്നുണ്ട്. ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്ന ആരെയും ഒന്നും ചെയ്യാൻ പാടില്ല, ഇവരെ പിടിക്കാനായിട്ട് പോലീസുകാർ വരുന്നുണ്ട്, അവരെ അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറയണം. അധികം വൈകാതെ പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവരെല്ലാവരും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ കാർലോസ് അവൻ ഓൾറെഡി ആ ഒരു ഏരിയയിൽ നല്ല പിടിപാടുള്ള ആളാണ്, അത്യാവശ്യം റിച്ചുമാണ്. അങ്ങനെ പോലീസുകാർക്ക് കാശ് കൊടുത്ത് ഇവരെല്ലാവരും ജയിലിൽ നടക്കുകയാണ്. പിന്നീട് അവന്റെ ഫ്ലൈറ്റ് എടുത്തുകൊണ്ട് തന്നെ അതിലൂടെ അവർ പോവാണ് കേട്ടോ. ഫ്ലൈറ്റിൽ വെച്ച് ഇവരെല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇവർ പോയ ആ ഒരു കാര്യം നടന്നല്ലോ. എല്ലാവരും നല്ല ഹാപ്പി ആണെങ്കിലും നമ്മുടെ ജസ്റ്റിൻ മാത്രം വിഷമിച്ചിരിക്കുകയാണ്. ഇപ്പൊ അവളുടെ അടുത്തേക്ക് ചെന്ന് അലക്സാണ്ടർ കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല എന്ന് അവൾ പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അലക്സാണ്ടർ പറയണേ എന്തായാലും നീ ഉള്ളതുകൊണ്ടാണ് നമ്മളെല്ലാവരും രക്ഷപ്പെട്ടത്. അപ്പൊ ജസ്റ്റിൻ ചോദിക്കുന്നുണ്ട് ആഹാ അപ്പൊ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, അപ്പൊ നീ എന്നെ മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണല്ലേ? ഇപ്പൊ അലക്സാണ്ടർ പറയാണ് മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നു എന്നൊന്നും പറയാൻ പറ്റില്ല, ഞാൻ നിന്നെ നിർബന്ധിച്ചിട്ടില്ല, നീയായിട്ട് വന്നതാണ്. പക്ഷേ എന്റെ ഉള്ളിൽ മറ്റൊരു പ്ലാൻ ഉണ്ടായിരുന്നു, അത്ര തന്നെ. ഇത് പറഞ്ഞ് അവന്റെ ഗേൾഫ്രണ്ടിന്റെ അടുത്തേക്ക് പോയിട്ട് അവൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ജസ്റ്റിനോട് സംസാരിക്കാൻ ജോന് വരുന്നുണ്ട് കേട്ടോ. എന്നാൽ അവന് വലിയ മൈൻഡൊന്നും ആക്കുന്നില്ല ജസ്റ്റിൻ. ഇതേ നേരം ഡാനിയൽ ലാർസിനോട് ഒരു കാര്യം പറയണം, എടാ നിന്റെ കയ്യിൽ ആ ഒരു ഡ്രഗ്സ് എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചോ, എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ മിക്കവാറും അവരത് പിടിക്കുന്നു പറയണം. എന്തായാലും വേഗം തന്നെ ലാർസ് അത് അവന്റെ ഷൂവിൽ തിരികെ വെക്കുകയാണ്. ഈ സമയത്താണ് പെട്ടെന്ന് ഫ്ലൈറ്റിന് എന്തോ ഒരു പ്രശ്നം. ചെറുതായിട്ടുണ്ടായിരുന്ന ആ ഒരു തീപ്പൊരി കാരണം ഫ്ലൈറ്റിന് ഒരു ഭാഗം കിടന്ന് കത്താൻ തുടങ്ങുകയാണ്. ഫ്ലൈറ്റിന്റെ കൺട്രോൾ പോയി ഇത് നേരെ ചെന്ന് പതിക്കുന്നത് ആമസോണിലെ ഉൾക്കാട്ടിലേക്കാണ്. വളരെയധികം വേഗത്തിൽ കാട്ടിലൂടെ നിരങ്ങിപ്പോയ ആ ഒരു ഫ്ലൈറ്റിന്റെ മുൻഭാഗത്തേക്ക് വലിയ കമ്പുകൾ കുത്തിക്കയറുന്നുണ്ട്. അത് കയറി പൈലറ്റിന്റെ തല തന്നെ ചെതറി പോവാണ് കേട്ടോ. രണ്ടുപേരും മരണപ്പെട്ടു പോയി. പിന്നീട് പരിക്കുകളോടെ രക്ഷപ്പെട്ട ബാക്കിയുള്ള എല്ലാവരും എങ്ങനെയൊക്കെയോ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അലക്സാൻഡ്രോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഇവരുടെ ടീമിലുണ്ടായിരുന്ന കുറച്ചു പേരൊക്കെ വളരെ ബ്രൂട്ടലായിട്ട് മരണപ്പെട്ട് എടുക്കുകയാണ് അവിടെ. അതുപോലെ തന്നെ ആ ഒരു കാർലോസ് അവന്റെ ദേഹത്തും വലിയൊരു കമ്പ് കുത്തിക്കയറി അവനും മരിച്ചിട്ടുണ്ട്. അതുപോലെ ഇവരുടെ ടീമിലുണ്ടായിരുന്ന ഒരുത്തൻ മറ്റൊരാളെ രക്ഷപ്പെടുത്താനായിട്ട് പോകുന്ന സമയത്ത് ഫ്ലൈറ്റിന്റെ മുന്നിൽ ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഫാൻ അവന്റെ തലയിൽ തട്ടി തലയുടെ ഒരു ഭാഗം ചെതറിപ്പോവാണ്. ഇത് കണ്ട് എല്ലാവരും ഭയന്ന് വിറച്ചപ്പോൾ അലക്സാൻഡ്ര പറയുന്നത് ആരും പേടിക്കല്ലേ, നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാം. ഇതിനിടയിൽ ഡാനിയൽ അവന്റെ ആ ഒരു സാറ്റലൈറ്റ് ഫോൺ നോക്കുകയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലും വിളിച്ച് സഹായം ചോദിക്കാലോ. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് അലക്സാണ്ടറിന്റെ ഗേൾഫ്രണ്ട് കാടിന്റെ ഒരു ഭാഗത്ത് എന്തോ ഒന്ന് കണ്ട് അവൾ പതിയെ അങ്ങോട്ടേക്ക് പോകണം. എല്ലാവരും പറഞ്ഞു അങ്ങോട്ടേക്ക് പോലെ നീ നിൽക്ക അവിടെയെന്ന്. എന്നാൽ അടുത്ത നിമിഷം തന്നെ അവളുടെ കഴുത്തിലേക്ക് ഒരു അമ്പ് വന്ന് തുളച്ച് കയറുകയാണ്. ഇത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. ചിലരൊക്കെ നിലവിളിച്ച് കരയാണ്. ഓടിച്ചെന്ന് അലക്സാണ്ടർ ജീവന് വേണ്ടി പെടഞ്ഞോണ്ടിരിക്കുന്ന അവളെ മടിയിലിരുത്തി നീ പേടിക്കേണ്ട, എങ്ങനെയെങ്കിലും ഞാൻ നിന്നെ രക്ഷപ്പെടുത്തും എന്ന് പറയുന്നതിന് മുന്നേ അവളുടെ തലയിലേക്ക് തന്നെ മറ്റൊരു അമ്പ് കൂടെ വന്ന് കയറുകയാണ്. പിന്നീട് പതിയെ ഓരോരുത്തരായിട്ട് ബോധം കെട്ട് വീഴാൻ തുടങ്ങി. അതായത്
മയക്കുമരുന്ന് പുരട്ടിയ ചെറിയ ചെറിയ അമ്പുകൾ ഇവരുടെ ദേഹത്തേക്ക് കയറുന്നുണ്ട്. ഇവരെ കൊല്ലാതെ പിടിക്കാൻ വേണ്ടി ചില ആദിവാസികൾ ചെയ്തതായിരുന്നു അത്. ഇതിനിടയിൽ ഫ്ലൈറ്റിന്റെ ഒരു ഭാഗത്ത് വീണ് കിടക്കുന്ന ആ സാറ്റലൈറ്റ് ഫോൺ ഡാനിയൽ കണ്ടു. എന്നാൽ അത് എടുക്കുന്നതിന് മുന്നേ തന്നെ അവന്റെ ദേഹത്തും കയറുകയാണ് ചെറിയൊരു അമ്പ്. അവന്റെ ബോധവും പോയി. കുറച്ചു നേരം കഴിഞ്ഞു നമ്മുടെ ജസ്റ്റിന് ബോധം വന്ന സമയത്ത് അവൾ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ദേഹം മുഴുവനും കറുത്ത ഒരുമാതിരി കളറ് തേച്ച ഒരാള് അവളെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഭീകരമായ ആ രൂപം കണ്ട് അവളാകെ ഞെട്ടിപ്പോയി. അങ്ങനെ കുറച്ചു ദൂരം ആ ഒരു പുഴയിലൂടെ തുഴഞ്ഞു പോയ ആ ആള് ഇപ്പൊ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഓരോ തോണിയിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും പിന്നീട് കരയിലേക്ക് വലിച്ചു കയറ്റുകയാണ്. ഇതേ സമയത്ത് ദേഹം നിറയെ ചുവന്ന കളർ തേച്ച ഒരുപാട് ആൾക്കാർ, ആ കൂട്ടത്തിൽ കുട്ടികൾ വരെയുണ്ട്. ഇവരെല്ലാവരും അങ്ങോട്ടേക്ക് ഓടി വന്ന് എല്ലാവരും പിടിച്ചോണ്ട് പോവാണ്. പോകുന്ന വഴിയിൽ ഇവരുടെ എല്ലാം ദേഹത്തെ അങ്ങനെ തടവി നോക്കുന്നുണ്ട്. പേടിച്ചു വിറച്ച ജസ്റ്റിനും കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള സ്ത്രീകളൊക്കെ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ഈ സമയത്താണ് മുകളിലുണ്ടായിരുന്ന ഒരു കുടിലിൽ നിന്നും ഇവരുടെ നേതാവായിട്ടുള്ള വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ ഇറങ്ങി വരുന്നത്. അവര് വന്ന് അവരുടെ ആ ഒരു വടി കൊണ്ട് 2 തട്ട് തട്ടിയപ്പോൾ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും സൈലന്റ് ആവുകയാണ്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെ അടുത്തേക്ക് വന്നു അവര് സൂക്ഷിച്ചു നോക്കുന്ന ഈ കിഴവി എന്തോ ഒന്ന് അവരുടെ ഭാഷയിൽ പറയുന്നുണ്ട്. അതിനുശേഷം കൂട്ടത്തിലെ ആരോഗ്യമുള്ള ആൾക്കാർ ഇവരെല്ലാവരെയും കൊണ്ടുപോയി ഒരു കൂട്ടിലടക്കുന്നുണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ നമ്മുടെ ജോന മാത്രം ഉണ്ടായിരുന്നില്ല. അവൻ ഇപ്പോഴും പുറത്തു തന്നെ വെച്ചിരിക്കുകയാണ്. മാത്രമല്ല അവന് കുടിക്കാനായിട്ട് എന്തോ ഒരു വെള്ളം ഈ കാട്ടുവാസികൾ കൊടുക്കുകയാണ്. അതിനുശേഷം അവന്റെ ബോധം നഷ്ടപ്പെട്ടതുപോലെ കുഴഞ്ഞാണ് അവൻ നടക്കുന്നത്. എന്തായാലും അതിനുശേഷം ജോനെ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു കല്ലിൽ കൊണ്ടുപോയിട്ട് ഇവർ കെടുത്തുന്നുണ്ട്. പിന്നീട് വലിയൊരു ആയുധവുമായിട്ട് ഒരാൾ അങ്ങോട്ടേക്ക് വരികയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് വന്ന ആ കൂട്ടത്തിലെ കിഴവി അവരുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു കത്തി ഉപയോഗിച്ച് അവന്റെ കണ്ണ് ചുഴുന്നെടുക്കുകയാണ്. ഇതൊന്നും കാണിക്കാൻ പറ്റില്ല, വളരെ ബ്രൂട്ടലായിട്ടുള്ള സീനാണ് ഇനി വരാൻ പോകുന്നത്. അവന്റെ കണ്ണ് ചുഴുന്നെടുത്ത സമയത്ത് പാവൻ ജോന നിലവിളിച്ച് കരയാണ് കേട്ടോ. മാത്രമല്ല അവന്റെ നാവ് പിഴുതെടുത്ത് അതും മുറിച്ചെടുക്കുകയാണ്. ഇതെല്ലാം കണ്ട് ഒന്നും നിലവിളിക്കാൻ പോലും കഴിയാതെ ആകെ സ്റ്റണ്ണായി നിൽക്കുകയാണ് അവിടെയുള്ള എല്ലാവരും. ഇതിനുശേഷം വലിയ വാളുമായിട്ട് വന്ന ആ ആള് എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ജോനയുടെ കൈയും കാലും ഇതെല്ലാം അവന്റെ ജീവൻ നിലനിൽക്കെ വെട്ടി മുറിച്ചെടുക്കുകയാണ്. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ആദ്യം തന്നെ അവന്റെ കഴുത്ത് അറുതാ പോരായിരുന്നു. എന്നാൽ പാവത്തിന് ഇത്രയും വേദന സഹിക്കേണ്ടി വരുമായിരുന്നു. അവസാനം അവന്റെ കഴുത്ത് തന്നെ വെട്ടി മുറിച്ചെടുക്കുകയാണ്. എന്നിട്ട് അവന്റെ ശരീരം അവിടെ ഉണ്ടായിരുന്ന ഓവൻ പോലെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ഒരു സംഭവമുണ്ട്, അതിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഇവര് വേവിക്കാൻ വെക്കുകയാണ്. വളരെയധികം ഭീകരമായിട്ടുള്ള ഈ കാര്യം കണ്ട് ശരിക്കും എല്ലാവരും ഞെട്ടിത്തരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് അല്പനേരം കഴിഞ്ഞപ്പോൾ വേവിച്ച മനുഷ്യന്റെ ഇറച്ചി ഇവര് വെട്ടിക്കീറി തിന്നാൻ തുടങ്ങുകയാണ്. ഇതേ നേരം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഡാനിയൽ അലക്സാണ്ടറിനോട് ഇതൊക്കെ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അലക്സാണ്ടർ ഒരു കാര്യം പറയാണ്. അതായത് കാട്ടിൽ നമ്മൾ രക്ഷിക്കാൻ വന്ന ആ ഒരു ട്രൈബ്സ് അത് ഇവരാണെന്ന് പറയാണ്. ഇതേ നേരം ആ കൂട്ടിലുണ്ടായിരുന്ന എമി, അവൾക്കാണെങ്കിൽ ബാത്റൂമിൽ പോകാൻ വിട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു രക്ഷയില്ലാതെ അവൾ പറയാണ് ഞാൻ ഇവിടെ തന്നെ സാധിക്കുകയാണ്. എല്ലാവരും തിരിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. സാധ്യമായ മണം വരുന്നുണ്ട്. ഇപ്പൊ എല്ലാവരോടും എമി ക്ഷമ ചോദിക്കുകയാണ്. എനിക്ക് മറ്റൊരു വഴിയില്ലാത്തതുകൊണ്ട് എങ്ങനെ ചെയ്തേന്ന് പറയണം. ഓരോരോ അവസ്ഥകളല്ലേ. ഈ നേരത്ത് ജസ്റ്റിന്റെ അടുത്തേക്ക് ആ കൂട്ടത്തിൽ തന്നെ ഒരു പയ്യൻ പതിയെ വരുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു ഇച്ചിരി മനസാക്ഷി അവന് മാത്രമേ ഉള്ളൂ തോന്നുന്നു. എന്തായാലും ആ നേരത്തെ ജസ്റ്റിൻ അവളുടെ കഴുത്തിലുണ്ടായിരുന്ന ആ മാലയുണ്ടല്ലോ, അതിന്റെ ആ ഒരു ലോക്കറ്റിൽ ചെറിയൊരു ഫ്ലൂട്ട് പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് പതിയെ ഊതി അവൾ ആ ഒരു ശബ്ദം അവന് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ ആ കൂട്ടിലേക്ക് വന്നിട്ട് കൂടിനുള്ളിലുണ്ടായിരുന്ന നമ്മുടെ ജസ്റ്റിൻ, എമി, സമാന്ത ഇവർ 3 പേരെയും പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. എന്നിട്ട് അവരുടെ പാന്റും മടിവസ്ത്രവും ഇതെല്ലാം ഊരിക്കളയാണ്. 18+ കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ ഈ വിഷ്വൽസ് ഒന്നും ഞാൻ കാണിക്കില്ല കേട്ടോ. ഓക്കെ, പിന്നീട് എന്തായാലും അങ്ങോട്ടേക്ക് വന്ന ആ ഒരു തള്ളയുണ്ടല്ലോ, അതിന്റെ കയ്യിലുണ്ടായിരുന്ന ഈ കൊക്ക പോലത്തെ എന്തോ ഒരു സാധനം ഇവരുടെ പ്രൈവറ്റ് പാർട്ടിലേക്ക് കുത്തിക്കയറ്റുകയാണ്. അവർക്ക് ഭയങ്കരമായിട്ട് വേദനയാവുന്നുണ്ട്. വളരെ ഡിസ്കസ്റ്റിംഗ് ആയിട്ട് ഫീൽ ആവുകയാണ് കേട്ടോ. എമിയുടെ അങ്ങനെ ചെയ്തു, സമാന്തയുടെ അങ്ങനെ ചെയ്തു, അവസാനം ചെയ്ത് ജസ്റ്റിന്റെ ആയിരുന്നു. അതിൽ ജസ്റ്റിൻ മാത്രമേ വെർജിൻ ആയിട്ടുള്ളൂ എന്ന് ഇവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എമിയും സമാന്തയും ആ ഒരു കൂട്ടിലേക്ക് തിരിച്ചുവിട്ട് ജസ്റ്റിനെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. അവളെ വെട്ടിക്കൊന്ന് തിന്നാനായിരിക്കും കൊണ്ടുപോകുന്നതെന്ന് വിചാരിച്ചു ബാക്കി എല്ലാവരും ഭയന്നിരിക്കുകയാണ്. എന്നാൽ അല്പനേരം കഴിഞ്ഞപ്പോൾ ജസ്റ്റിൻ അതാ ജീവനോട് തന്നെ ആ വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നാൽ അവൾ എന്തോ ഒരു അരബോധാവസ്ഥയിലായിരുന്നു. അവളുടെ രൂപത്തിലും വസ്ത്രത്തിലേക്ക് ഒരുപാട് മാറ്റമുണ്ട്. അവളെ അവരുടേതായ രീതിയിൽ ഈ ട്രൈബ്സ് അണിയിച്ചൊരുക്കിയിരിക്കുകയാണ്. പിന്നീട് വീണ്ടും അതേ കൂട്ടിൽ തന്നെ ഇവരെ കൊണ്ട് നിടുന്നുണ്ട്. പിന്നീട് രാത്രി ആവാന സമയത്ത് സമാന്ത പറയണം എങ്ങനെയെങ്കിലും എന്നെ രക്ഷപ്പെടുത്താൻ പറ്റിയാലും ഞാൻ ഈ കാട്ടിലൂടെ പോയിട്ട് ആരെങ്കിലും കൂട്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാന്ന് പറയണം. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് സമാധിയെ കൂട്ടിൽ നിന്നും രക്ഷപ്പെടാന്ന് തീരുമാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാവൽ നിൽക്കുന്ന ആ ഒരു ട്രൈബ് ഉണ്ടല്ലോ, അവന്റെ ശ്രദ്ധ തിരിക്കാനായിട്ട് നമ്മുടെ ലാർസ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മ്യൂസിക് ബോക്സ് എടുത്ത് പുറത്തേക്ക് എറിയുന്നുണ്ട്. അപ്പൊ ആ ശബ്ദം കേട്ട് കാവൽക്കാരൻ അങ്ങോട്ടേക്ക് ഓടുകയാണ്. ഈ നേരത്ത് എല്ലാവരും കൂടി ഈ കൂടിന്റെ മുകൾ ഭാഗത്തേക്ക് സമാധിയെ തള്ളി കയറ്റുകയാണ് കേട്ടോ. മറ്റാരും കാണാതെ പിന്നീട് അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട് അവൾ. അങ്ങനെ അന്ന് രാത്രിയായി. ഇപ്പൊ ലാർസ് ചോദിക്കുന്നുണ്ട് രക്ഷപ്പെടാൻ നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാവുമോ? ഈ സമയത്ത് അലക്സാണ്ടർ പറയാണ് നിങ്ങൾ ആരും പേടിക്കണ്ട, ഒരു 3 ദിവസം നമ്മൾ കാത്തിരുന്നാൽ
മതി. 3 ദിവസം കാത്തിരുന്നാൽ ആരെങ്കിലും വരുമെന്ന് ഡാനിയൽ ചോദിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ നിനക്ക് എന്താ ഉറപ്പെന്നും ചോദിക്കുന്നുണ്ട്. ഇപ്പോഴാണ് അലക്സാണ്ടർ ശരിക്കുള്ള സത്യം പറയുന്നത്. അതായത് ഈ ട്രൈബ്സിനെ രക്ഷപ്പെടുത്തുക, പ്രകൃതിയെ സംരക്ഷിക്കുക, ഇതൊന്നും ആയിരുന്നില്ല ഇവന്റെ ലക്ഷ്യം. ഇവന്റെ സുഹൃത്തായിട്ടുള്ള കാർലോസ് ഉണ്ടല്ലോ, അവന്റെ കയ്യിൽ നിന്ന് നല്ല കാശ് മേടിച്ചാണ് അലക്സാണ്ടർ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. എന്തിനാണെന്നല്ലേ? അതായത് ഈ ട്രൈബ്സിനെ രക്ഷപ്പെടുത്താനല്ല, അവരെ കൊന്ന് ഈ മണ്ണിനടിയിലുള്ള ആ ഗ്രാനൈറ്റിന്റെ വലിയ ശേഖരം അതെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ അവർക്ക് മുന്നേ തന്നെ ഗവൺമെന്റ് വേറൊരു കമ്പനിക്ക് ഈ സ്ഥലം ലീസിന് കൊടുത്തു. അപ്പൊ ആ കമ്പനി എങ്ങനെങ്കിലും ഇവിടുന്ന് തുരത്തി ഓടിപ്പിക്കണം. അതിനുശേഷം കാർലോസിന്റെ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരും. അവരിവിടെ ഖനനം തുടങ്ങും. കാർലോസുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കിയ ആ ഒരു പുതിയ കമ്പനി, അവരാണ് 3 ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്ന് നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന് ഞാൻ പറയുന്നത്. അതുപോലെ ഒരു 3 ദിവസത്തേക്ക് നിങ്ങൾ ആരും പേടിക്കണ്ട. ജോനെ ഇവര് വെട്ടിക്കുട്ടി തിന്നല്ലോ, അതെന്തായാലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. എന്നാൽ ഇവന്റെ ഇമാതിരി ഒരു വൃത്തികെട്ട വർത്താനം കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇവനോടൊരു വെറുപ്പും ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട്. എന്നാൽ ഈ സിറ്റുവേഷനിൽ എന്ത് പറയാനാ? അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടോ, എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണം ചെറിയൊരു പാത്രത്തിൽ ഈ കാട്ടുവാസികളെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. എമിയും ആർത്തിയോടെ അത് കഴിക്കുകയാണ്. ആ സമയത്ത് അതിൽ ചെറിയൊരു തൊലിയുടെ കഷ്ണം കാണുകയാണ്. ആ തൊലിയുടെ കഷ്ണത്തിൽ ഒരു ടാറ്റു ഉണ്ടായിരുന്നു. അവളൊരു ഞെട്ടലോടെ ആ ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. അതായത് ഇവരിപ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇറച്ചി അത് മറ്റാരുടേതല്ല, ഇന്നലെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയ സമാന്തയുണ്ടല്ലോ, അവളുടെ ഇറച്ചിയാണ്, അവളുടെ തൊലിയാണ് ഇപ്പൊ എമിയുടെ ആ ഒരു പാത്രത്തിലുള്ളത്. ഈ കാര്യം മനസ്സിലാക്കിയ സമയത്ത് എമിക്ക് ആ ഒരു വിഷമം താങ്ങാനാവാതെ ആ പാത്രം നിലത്തിട്ടടിച്ച് അതിന്റെ ആ ഒരു പീസ് വെച്ച് കഴുത്ത് മുറിച്ച് മരിച്ചു കളയാണ് അവള്. രക്ഷപ്പെടുത്താൻ നോക്കിയെങ്കിലും ആരെക്കൊണ്ടും അതിന് കഴിഞ്ഞില്ല. എന്നാൽ ഈ സമയത്ത് അലക്സാൻഡ്രോ അവനെന്താ ചെയ്യുന്നതെന്നറിയോ? മാസ്ട്രബേഷൻ ചെയ്യാണ്. നീ എന്താണ് ഈ ചെയ്യുന്നതെന്ന് ഡാനിയൽ ചോദിച്ചപ്പോൾ അലക്സാണ്ടർ പറയണേ, എനിക്ക് വല്ലാതെ സ്ട്രെസ് ആവുന്നു, സ്ട്രെസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, സ്ട്രെസ് കുറക്കാനായിട്ട് മറ്റൊരു വഴി ഞാൻ കാണുന്നില്ല എന്ന് പറയാണ്. ഇത് കേട്ട സമയത്ത് ഡാനിയൽ ഓടിച്ചെന്ന് അവനിട്ടൊന്ന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന കാട്ടുവാസികൾ ഇവരെ പിടിച്ചു മാറ്റുകയാണ്. ഈ സമയത്താണ് ലാർസ് ഒരു കാര്യം പറയുന്നത്. അതായത് എന്തായാലും എം മരിച്ചല്ലോ, അവളുടെ വായിലേക്ക് എന്റെ കയ്യിലുള്ള ആ ഒരു ഡ്രഗ്സ് മുഴുവനായിട്ട് നമുക്ക് വെക്കാം. പിന്നീട് അവളുടെ ഇറച്ചി കഴിക്കുന്ന സമയത്ത് ഇവർക്ക് എല്ലാവർക്കും മയക്കം വരുമല്ലോ, അപ്പൊ നമുക്ക് രക്ഷപ്പെടാന്ന് പറയണം. അങ്ങനെ ഇവർ രണ്ടുപേരും നേരെ എമിയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ വായിലേക്ക് ആ ഡ്രഗ്സ് കുത്തിക്കയറ്റി വെക്കുകയാണ്. അല്പനേരം കഴിഞ്ഞപ്പോൾ ഈ ഒരു നരഭോജികളായിട്ടുള്ള ട്രൈബ്സ് വന്നു അവളെ കൊണ്ടുപോയി വെട്ടിക്കേറി തിന്നുകയാണ്. അല്പനേരം കഴിഞ്ഞപ്പോൾ ആ മരുന്ന് വർക്കാവുകയാണ്. ഇത് കഴിച്ച് എല്ലാവർക്കും ഒരു തലകറക്കം പോലെ ഫീൽ ആവുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പിന് ഇവരെല്ലാവരും ആ കൂടിന്റെ മുകൾ ഭാഗത്തൂടെ രക്ഷപ്പെടുകയാണ്. എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല, ഡാനിയലും നമ്മുടെ ജസ്റ്റിനും പുറത്തേക്ക് ഇറങ്ങി. പിന്നീട് ലാർസ് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അവന്റെ ദേഹത്തേക്ക് ഒരു മയക്കസൂചി കുത്തിയുകയാണ്. ആരാണ്? അലക്സാൻഡ്രോ. അവൻ അവിടെ മയങ്ങി വീഴുന്നുണ്ട്. അപ്പൊ ഡാനിയൽ നീ എന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അലക്സാണ്ടർ പറയുന്നത്, എന്നെ നിങ്ങളെ രക്ഷിക്കേണ്ട ആവശ്യമില്ല, കമ്പനിയുടെ ആളുകൾ ഇങ്ങോട്ടേക്ക് വരും, അവരെന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയിക്കോളും എന്ന് പറയണം. അതുവരെ എന്റെ സേഫ്റ്റിക്ക് ഇവൻ ഇവിടെ കിടന്നോട്ടെ. അതായത് എന്തായാലും ഇവൻ ഇവിടെ ബോധം കെട്ട് കിടക്കുകയാണെങ്കിൽ ഇവനെയല്ലേ അവർ തിന്നുള്ളൂ. വളരെ സെൽഫിഷായിട്ടും ബ്രൂട്ടലായിട്ടും അലക്സാൻഡ്രോ ഇപ്പൊ സംസാരിക്കുകയാണ്. അവന്റെ ജീവൻ രക്ഷപ്പെടുത്താനായിട്ട് കൂടെയുള്ളവനെ കൊല്ലാനും അവനിക്ക് മടിയില്ലെന്ന് മനസ്സിലായില്ലേ. എന്തായാലും മറ്റൊരു വഴിയില്ലാത്തതുകൊണ്ട് ജസ്റ്റിനും ഡാനിയലും അവിടെ നോടി രക്ഷപ്പെടുന്നുണ്ട്. അവർ നേരെ പോകുന്നത് ആ തകർന്നു വീണ ഫ്ലൈറ്റ് ഉണ്ടല്ലോ അങ്ങോട്ടേക്കാണ്. കാരണം അതിനുള്ളിൽ എന്തുണ്ട്? ആ ഒരു GPS ഫോൺ ഉണ്ടല്ലോ, അതെടുത്ത് സഹായം ചോദിക്കാലോ. അപ്പൊ നേരെ ഇവർ അങ്ങോട്ടേക്ക് പോണ്. എന്നാൽ പോകുന്ന വഴിയിൽ ഒരു പുഴയിലേക്ക് ജസ്റ്റിൻ വീണ് അതിന്റെ ഒഴുക്കിൽ അവൾ പെട്ടുപോണ്. എന്നാൽ വളരെ സാഹസികമായിട്ട് തന്നെ ഡാനിയൽ അവളെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആ കൂട്ടിൽ ബോധമില്ലാതെ കിടന്ന നമ്മുടെ ലാർസിനെ ഈ കാട്ടുവാസികളെടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. കണ്ണ് തുറന്നപ്പോൾ അവന്റെ മുന്നിലായിട്ട് 2-3 ആൾക്കാർ അവനെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവാതെ ഇപ്പൊ ലാർസ് നോക്കിയപ്പോൾ അലക്സാണ്ടർ പറയാണ്, ബാക്കിയുള്ള 2 പേരെ രക്ഷപ്പെടാൻ സഹായിച്ചത് നീയാണെന്ന് പറഞ്ഞ് നിന്നെ അവര് തിന്നാൻ പോവാന്ന് പറയാണ്. ഇത് കേട്ട ലാർസ് ഉണ്ടല്ലോ പേടിച്ച് അവിടുന്ന് ഓടുകയാണ്. എന്നാൽ ആ കാട്ടുവാസികൾ മുഴുവൻ അവന്റെ പിന്നാലെ ഓടി അടിച്ച് വീഴ്ത്തി അവസാനം അവനെ വലിച്ചു കീറി കടിച്ച് കൊന്ന് തിന്നുകയാണ്. അതിനിടയിൽ ഒരു കുട്ടി അവന്റെ കാലെടുത്തുകൊണ്ട് ഓടുന്നുണ്ട്. അതായത് പല കഷ്ണങ്ങൾ അവരവനെ പറിച്ചെടുത്തു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. രാത്രി ആയപ്പോഴേക്കും ജസ്റ്റിനും ഡാനിയലും ഫ്ലൈറ്റ് തകർന്ന ഒരു സ്ഥലത്തേക്ക് എത്തി. ആ GPS ഫോൺ ഇവർ കണ്ടു. പക്ഷെ അതിൽ ഒട്ടും തന്നെ ചാർജ് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അവരെ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാഴ്ച കൂടെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി ഇവിടെ മരിച്ചു കിടന്ന ആൾക്കാരുണ്ടല്ലോ, അവരെല്ലാം ഒരു കമ്പിൽ അങ്ങനെ കുത്തി നിർത്തിയിരിക്കുകയാണ് ആ കാട്ടുവാസികൾ. പെട്ടെന്നാണ് അതിൽ ആരുടെ ഒരാളുടെ കീശയിൽ നിന്നും ഒരു ഫോൺ റിങ് ചെയ്ത് നോക്കുമ്പോൾ ആരാണ്? അലക്സാൻഡ്രയുടെ ആ ഒരു ഗേൾഫ്രണ്ട് ഉണ്ടല്ലോ, അവളുടെ കീശയിൽ നിന്നായിരുന്നു അത്. അവളുടെ കീശയിൽ നിന്നും ഫോൺ എടുക്കാൻ നോക്കിയപ്പോൾ ഇപ്പൊ അലക്സാൻഡ്രയുടെ ഗേൾഫ്രണ്ടിന്റെ ആ ഒരു മൃതദേഹം ജസ്റ്റിന്റെ ദേഹത്തേക്ക് വീഴുകയാണ്. ഭയന്നു പോയെങ്കിലും ഒച്ചയുണ്ടാക്കാതെ അവൾ അവിടെ നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് അവർ ഫോൺ എടുത്തു. എന്നാൽ അപ്പോഴേക്കും അവരെ തേടി അങ്ങോട്ടേക്ക് എത്തിയ കാട്ടുവാസികൾ അവർക്ക് നേരെ മയക്കമ്പുകൾ എഴുതി അവരെ മയക്കിയിടുകയാണ്. പിന്നീട് ജസ്റ്റിൻ കണ്ണു തുറക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഡാനിയലുടെ ദയനീയമായ കരച്ചില കേൾക്കുന്നത്. അതുപോലെ തന്നെ അവളെ ഒരു മരത്തിന്റെ കട്ടിൽ കിടത്തിയിരിക്കുകയാണ്. കൈയും കാലും കെട്ടിവെച്ചിട്ടുണ്ട്. വസ്ത്രങ്ങളെല്ലാം ഊരി കളഞ്ഞിരിക്കുകയാണ്. ദേഹം മുഴുവനും വെള്ള നിറത്തിലുള്ള എന്തോ ഒരു ക്രീം പോലെ ഒരു സാധനമാക്കി അത് പുരട്ടിക്കൊണ്ടിരിക്കുക. പ്രായമായിട്ടുള്ള ഇവരുടെ ലീഡറായിട്ടുള്ള ആ ഒരു കിഴവയും കൂടെ ഒരു തടിച്ച ഒരു സാധനമുണ്ട്. ആണാണോ പെണ്ണാണോ
ആണാണോ ഒന്നും തിരിയുന്നില്ല. അതുപോലെ ആ ഒരു കറുത്ത കളർ അടിച്ച ആളുണ്ടല്ലോ, അയാൾ ഇപ്പൊ ഡാനിയലിന് എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഒരു മരത്തിൽ കെട്ടിയിട്ട് മരത്തിന്റെ വടി കൊണ്ട് അവന്റെ എല്ലുകൾ ഓരോന്നായിട്ട് അടിച്ചൊടിക്കുകയാണ്. അതുകൊണ്ടാണ് ഡാനിയൽ ദയനീയമായിട്ട് കരയുന്നത്. എന്നിട്ട് ചെറിയ ചെറിയ മുറികൾ അവന്റെ ദേഹത്ത് ഉണ്ടാക്കി അതിലൊരു പച്ച മരുന്ന് തേച്ച് അവന്റെ ദേഹത്തേക്ക് പാമ്പുറുമ്പുകൾ ഉണ്ടല്ലോ, വലിയ വലിയ ഉറുമ്പുകൾ, അത് അവന്റെ ദേഹത്തേക്ക് ഇടുകയാണ്. പാവൻ ഡാനിയലിനെ ആ ഉറുമ്പുകൾ പതിയെ പതിയെ കടിച്ചു കീറാൻ തുടങ്ങുകയാണ് കേട്ടോ. ദയനീയമായി അവന്റെ ശബ്ദം ഇപ്പോൾ ജസ്റ്റിൻ കേൾക്കുന്നുണ്ട്. രക്ഷപ്പെടാൻ നോക്കിയതിന്റെ പണിഷ്മെന്റ് ആണ് അവന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ആ ഒരു കിഴവി ഒരു വളഞ്ഞ എന്തോ ഒരു ആയുധം എടുത്തുകൊണ്ട് നേരെ വരുന്നത് ജസ്റ്റിന്റെ അടുത്തേക്കാണ്. അതായത് അവളുടെ പ്രൈവറ്റ് പാർട്ടിലേക്ക് അത് കുത്തി കയറ്റാൻ വേണ്ടി. എന്നാൽ ആ നേരത്താണ് ആ കൂട്ടത്തിലെ ഒരു കുട്ടി ഒരാളുടെ തലയുമായിട്ട് അങ്ങോട്ടേക്ക് ഓടി വരുന്നത് കേട്ടോ. ആ തലയിൽ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇടുന്ന പോലത്തെ ആ ഒരു തൊപ്പി ഉണ്ടല്ലോ, അതും ഉണ്ടായിരുന്നു. ആ പയ്യൻ അങ്ങോട്ടേക്ക് വന്ന് എന്തോ ഒരു കാര്യം പറയണം. പെട്ടെന്ന് തന്നെ എല്ലാവരും അവരുടെ ആയുധങ്ങൾ എടുത്ത് അവിടുന്ന് പോവുകയാണ്. അതായത് ആരും ഇപ്പൊ ജസ്റ്റിനെ ശ്രദ്ധിക്കുന്നില്ല. ഈ സമയത്ത് ആരും ഒരാൾ വന്നിട്ട് ജസ്റ്റിന്റെ കൈകളുടെ കെട്ടുകൾ അഴിച്ചു കൊടുക്കുകയാണ്. നോക്കുമ്പോൾ ആ പയ്യനായിരുന്നു അന്ന് അവനിക്ക് ഫ്ലൂട്ട് വായിച്ചു കൊടുത്തില്ലേ, ആ പയ്യൻ തന്നെ. ഇതേ നേരം ആ കിഴവിയല്ലാത്ത മറ്റൊരാൾ അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, എന്തോ ഒരു പൊടിയെടുത്ത് ആ പൊടി അവളുടെ മുഖത്തേക്ക് ഇട്ട് അവളെ ബോധം കെടുത്താൻ നോക്കുമ്പോൾ ആ പൊടി ഇപ്പോ അതിന്റെ മുഖത്തേക്ക് ജസ്റ്റിന് ഊതി കൊടുക്കുകയാണ്. മാത്രമല്ല അതിന്റെ മുഖത്തുണ്ടായിരുന്ന ആഭരണം പോലെയുള്ള ആ ഒരു സാധനം ഒരൊറ്റ വലിയാണ്. അതിന്റെ കവിളുകൾ രണ്ടും കീറിപ്പോയി. അത് നിലത്ത് വീണ് നിലവിളിക്കാൻ തുടങ്ങി. ഈ സമയത്ത് ജസ്റ്റിൻ നേരെ ഡാനിയലിന്റെ അടുത്തേക്ക് പോയിട്ട് അവനെ രക്ഷപ്പെടുത്താൻ നോക്കുമ്പോൾ ഡാനിയൽ പറയണത് വേണ്ട, അത് നടക്കില്ല, എന്റെ എല്ലുകളെല്ലാം ഒടിഞ്ഞിരിക്കുകയാണ്, എന്നെ കൊണ്ട് നടക്കാൻ കഴിയില്ല. മാത്രമല്ല എന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ആ ഉറുമ്പുകൾ പോയിട്ടുണ്ട്, അല്പനേരം കൊണ്ട് ഞാൻ മരിക്കും, എന്റെ കീശയിൽ ഫോണുണ്ട്, നീ ഒരു കാര്യം ചെയ്യും, ആ ഫോൺ എടുത്ത് രക്ഷപ്പെട്ടോ എന്ന് പറയാണ്. ഇവർ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ മനസ്സിലായ ആ കുട്ടിയുണ്ടല്ലോ, അവൻ എന്ത് ചെയ്തു, അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വെള്ളപ്പൊടി ഡാനിയലിന്റെ മുഖത്തേക്ക് ഊതുകയാണ്. അപ്പൊ തന്നെ ഡാനിയലിന്റെ ബോധം പോകുന്നുണ്ട്. പിന്നീട് ആ പയ്യൻ കത്തി വെച്ച് അവന്റെ കഴുത്തിലൊന്ന് മുറിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതായത് ഇനിയും അവൻ നരകിക്കണ്ടല്ലോ എന്ന് ആ ഒരു കുട്ടി വിചാരിച്ചിട്ടുണ്ടാവും. പിന്നീട് ആ കുട്ടി ജസ്റ്റിനെയും കൂട്ടി കാട്ടിലേക്ക് പോയിട്ട് അവൾക്ക് വഴി കാണിച്ചു കൊടുക്കുകയാണ്. പോകുന്നതിന് മുന്നേ ജസ്റ്റിൻ അവളുടെ ആ ഒരു മാലൂരി ഈ പയ്യന് കൊടുക്കുകയാണ്. എന്നാൽ ഈ പയ്യൻ അവളെയും രക്ഷപ്പെടുത്തി ഇവിടുന്ന് പോകുന്നത് മറ്റൊരു പെൺകുട്ടി കണ്ടിട്ടുണ്ടായിരുന്നു. അവൾ ഒരാളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴേക്കും ഒരു പുഴയുടെ കരയിലേക്ക് എത്തിയ ജസ്റ്റിൻ ആ ഒരു പുഴ മറികടന്ന് പോകാൻ നിൽക്കുമ്പോൾ അതിന്റെ അപ്പുറത്തായിട്ട് ഒരു പുലി നിൽക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ആകെ പേടിയായി. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ഒരു പെൺകുട്ടി മറ്റൊരാളെ കൂട്ടി വന്നിരിക്കുകയാണ്. എന്തായാലും പിന്നിലോട്ട് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. എന്നാൽ പിന്നെ ഈ പുലിയുടെ കടിയേറ്റ് മരിക്കുകയാണെങ്കിൽ അങ്ങ് മരിക്കട്ടെ എന്ന് കരുതിയിട്ട് അവൾ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇതേ നേരം തന്നെ ആ ഒരു പെൺകുട്ടി മയക്കുസൂചി വിടാൻ നിൽക്കുമ്പോൾ അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആള് അത് തടുക്കുകയാണ്. ഇപ്പൊ ആ ഒരു ചെറിയ പുഴ മുറിച്ച് കടന്ന് ജസ്റ്റിൻ അപ്പുറത്തേക്ക് എത്തി. എന്നാൽ ആ ഒരു പുലി അവളൊന്നും ചെയ്തില്ല കേട്ടോ. എന്തായാലും ഈ സമയത്ത് കയ്യിലുണ്ടായിരുന്ന ഫോണിൽ റേഞ്ച് കിട്ടുമെന്ന് അവൾ നോക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് ആ ഒരു കൂട്ടിൽ നിന്നും ജസ്റ്റിൻ രക്ഷപ്പെട്ടു പോകുമ്പോൾ അലക്സാൻഡ്രോ അവളോടൊന്ന് രക്ഷപ്പെടുത്തു ചോദിച്ചായിരുന്നു. എന്നാൽ ജസ്റ്റിൻ അവനെ ഒന്ന് മൈൻഡ് ആക്കാതെയാണ് പോയത്. കാരണം അവൻ അത് അർഹിക്കുന്നുണ്ട്. ഇവരെല്ലാവരും ഇവിടെ കൊണ്ടുവന്ന് പെടുത്തിയത് അവനാണല്ലോ. പിന്നീട് ആ കാട്ടിലൂടെ പോകുന്ന സമയത്ത് ജസ്റ്റിൻ വെടിയൊച്ചകൾ കേൾക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ആ മരങ്ങൾക്കിടയിൽ നിന്ന് മൈതാനത്തിലേക്ക് അവൾ വന്നു നോക്കിയപ്പോൾ അലക്സാണ്ടർ പറഞ്ഞ ആ രണ്ടാമത്തെ കമ്പനിയുടെ ആൾക്കാർ വന്നിട്ട് ഈ ട്രൈബ്സിന് ഓരോരുത്തരെയായിട്ടും വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യമാണ് നേരത്തെ ഒരു കുട്ടി വന്നിട്ട് ഇവരുടെ ലീഡറായിട്ടുള്ള ആ ഒരു തള്ളയുണ്ടല്ലോ അതിനോട് പറഞ്ഞത്. അതുകൊണ്ടാണ് എല്ലാവരും ആയുധം എടുത്ത് ഇവർക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. പെട്ടെന്നാണ് ജസ്റ്റിന്റെ കാറിലേക്ക് ഒരാൾ പിടിക്കുന്നത്. നോക്കുമ്പോൾ എല്ലാവരും വെട്ടിമുറിക്കുന്ന അറവുകാരനുണ്ടല്ലോ, കറുത്ത നിറത്തിലുള്ള ആ ഒരു ചായം തേച്ച ആള്, ആ ആളായിരുന്നു അത്. എന്നാൽ അപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വന്ന പട്ടാളക്കാർ അയാളെയും വെടിവെച്ച് കൊന്നുകളയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ജസ്റ്റിൻ അവളുടെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ പൊക്കി പിടിക്കുകയാണ്. എന്നിട്ട് പറയാണ്, എന്നെ വെടിവെക്കരുത്, ഞാനൊരു അമേരിക്കക്കാരിയാണ്, ഇങ്ങോട്ടേക്ക് റിസർച്ചിന് വന്നതാണ്. അതുപോലെ തന്നെ ആരും ആ ഒരു ട്രൈബ്സിനെയും കൊല്ലാൻ പാടില്ല, കാരണം ഇതെല്ലാം ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട സമയത്ത് അങ്ങോട്ടേക്ക് വന്ന കമ്പനിയുടെ ആൾക്കാർ മുഴുവൻ അവരുടെ ഗണ്ണുകൾ താഴ്ത്തുകയാണ്. അവരുടെ ലീഡർ ഇപ്പോൾ ജസ്റ്റിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ജസ്റ്റിൻ ഒന്നും നോക്കിയില്ല, ആ ഒരു ഫോൺ എറിഞ്ഞു പൊളിച്ചു കളയാണ്. കാരണം അതിലൊരു തരി പോലും ചാർജ് ഉണ്ടായിരുന്നില്ല. ലൈവായിട്ട് അവൾ ഒന്നും ചെയ്തിട്ടില്ല. ഈ കാര്യം അവർ കണ്ടുപിടിക്കാതിരിക്കാനാണ് ഫോൺ അവൾ എറിഞ്ഞു പൊട്ടിച്ചത്. അപ്പോഴേക്കും ഒരു ഹെലികോപ്റ്റർ അങ്ങോട്ടേക്ക് എത്തുകയാണ്. അവർ ജസ്റ്റിനെ അതിലേക്ക് കയറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അവളോട് ഇവർ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, വേറെ ആരെങ്കിലും അവിടെ ഉണ്ടോ, രക്ഷപ്പെടുത്താനായിട്ട് അങ്ങോട്ടേക്ക് പോകണോ? എന്നാൽ ജസ്റ്റിൻ പറയണം, ഇല്ല, ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ എന്ന്. എന്നാൽ ഇപ്പോഴും അലക്സാണ്ടർ അവൻ അവിടെ തന്നെ ഉണ്ട്. പിന്നീട് ജസ്റ്റിനെ അമേരിക്കയിലേക്ക് കൊണ്ടുവരികയാണ്. പിന്നീട് ഗവൺമെന്റ് ഒഫീഷ്യൽസ് വന്നിട്ട് ജസ്റ്റിനോട് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ്. ജസ്റ്റിൻ പറയാണ്, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റ് തകർന്നു വീണു, എല്ലാവരും മരണപ്പെട്ടു, ഞാൻ മാത്രമാണ് ബാക്കിയായത്, എന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് ആ ഒരു ട്രൈബ്സ് ആണ്. എന്നാൽ അതിൽ ചെറിയ സംശയങ്ങൾ തോന്നിയ ഈ ഗവൺമെന്റിന്റെ ആൾക്കാർ ചോദിക്കുകയാണ്, അത് അങ്ങനെയല്ലല്ലോ ഞങ്ങൾ കേട്ടത്, ആ ട്രൈബ്സ് ക്യാനിബിൾസ് ആണ്, നരഭോജികളാണ് എന്നാണല്ലോ, നിന്നെ അവരൊന്നും ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോൾ ജസ്റ്റിൻ പറയണം, ഇല്ല ഇല്ല, എന്നെ അവരൊന്നും ചെയ്തിട്ടില്ല, മാത്രമല്ല അവരുടെ ആവാസ വ്യവസ്ഥ അത് നമ്മൾ തകർക്കാൻ നിൽക്കരുത്. ഒരുപാട് പ്രൈവറ്റ് കമ്പനികൾ അങ്ങോട്ടേക്ക് പോയിട്ട് ആ ഒരു ഗോത്രത്തിനെ കൊന്നൊടുക്കുകയാണ്, നമ്മൾ എന്തിനാണ് അവരുടെ കാര്യത്തിൽ ഇടപെടുന്നത്, അത് നിങ്ങൾക്ക് തടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ അവര് പറയുന്നത്, ശരി ശരി, എന്തായാലും ആ ഒരു ട്രൈബ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം, അതുപോലെ തന്നെ ആ സ്ഥലത്തേക്ക് പോകുന്നത് ഇനി പ്രൊഹിബിറ്റഡും ആക്കാം. അതായത് ജസ്റ്റിനെ രക്ഷപ്പെടുത്തിയ ആ ഒരു കുട്ടിയുണ്ടല്ലോ, ആ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ആ ജനങ്ങളെ മുഴുവനായിട്ടും ജസ്റ്റിനെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. അവൾ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ് ഇപ്പൊ ജസ്റ്റിനോട് അവളുടെ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു പോയി. കോളേജിൽ നിന്നും പോകുന്ന ജസ്റ്റിനെ ഒരാൾ വന്ന് വിളിക്കുന്നുണ്ട്. ആ ആളെ കണ്ട് അവൾ ആകെ ഞെട്ടിപ്പോവാണ്. അത് അലക്സാണ്ടർ ആയിരുന്നു. അലക്സാണ്ടർ ചോദിക്കുകയാണ്, ഞാൻ അത്ര പെട്ടെന്നൊക്കെ മരിച്ചു പോകുന്നു നീ വിചാരിച്ചോ? എന്നാൽ അതേ സമയത്ത് തന്നെ ജസ്റ്റിൻ അവളുടെ ഒരു കൂർത്ത പല്ലുകൾ പുറത്തേക്ക്
പുറത്തേക്ക് എടുത്ത് അവനെ കടിക്കാൻ നിൽക്കുകയാണ്. ഈ ഒരു സ്വപ്നം കണ്ട് അവള് തന്നെ ചാടി എഴുന്നേൽക്കുകയാണ് കേട്ടോ. അതായത് ലൈഫ് ലോങ്, ജീവിതകാലം മുഴുവൻ ഓർക്കാനുള്ള ട്രോമ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതൊക്കെ മൈൻഡിൽ നിന്ന് പോകണമെങ്കിൽ ഇനി എത്ര ദിവസം എടുക്കുമല്ലേ. എന്തായാലും അവളുടെ കൂട്ടുകാരി കേസി തൊട്ടടുത്ത് തന്നെ ഉണ്ട്. കേസി ഇപ്പോൾ ജസ്റ്റിനെ സമാധാനിപ്പിക്കുകയാണ്. വിട്ടുകള, എല്ലാം കഴിഞ്ഞു പോയില്ലേ. അതുപോലെ തന്നെ ഇപ്പൊ ജസ്റ്റിൻ ജനൽ തുറന്നു നോക്കുന്ന സമയത്ത് കുറേയധികം പിള്ളേര് പുറത്തുനിന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യാണ്. അതായത് കാടിനെയും കാടിലെ മക്കളെയും സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട്. മാത്രമല്ല അവരുടെ ആ ഒരു ഗ്രൂപ്പിന്റെ ലീഡറായിട്ടുള്ള അലക്സാൻഡ്രോ, അവന്റെ മുഖം അവരുടെ എല്ലാവരുടെയും ടീഷർട്ടിലും ഉണ്ട്. സത്യത്തിൽ ഈ പിള്ളേർക്ക് അറിയില്ലല്ലോ ഇവരുടെ ലീഡറായിട്ടുള്ള അലക്സാൻഡ്രോ ആള് വെറും ഒരു കള്ളനാണെന്ന്. എന്തായാലും അലക്സാൻഡ്രോ അവനെന്ത് സംഭവിച്ചിട്ടുണ്ടാവും നിങ്ങൾ തന്നെ പറ കമന്റ് ബോക്സിൽ. എന്തായാലും ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതുപോലെ മറ്റൊരു കഥയുമായിട്ട് ഞാൻ നാളെ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പൊ അതുവരേക്കും ഓക്കേ ബൈ.